ഇപ്പോൾ ഒരു 10 വയസ്സായിട്ടുള്ള ഒരു ആൺകടുവയുണ്ട്, ഒരു 11 വയസ്സായിട്ടുള്ള ഒരു ആൺകടുവ ഒരു കാട്ടിലുണ്ട്, ഒരു ഡോമിനൻ്റ് മെയില. അപ്പോൾ പുതിയൊരു യങ് ആയിട്ടുള്ള ഒരു ടൈഗർ, ഒരു 3-4 വയസ്സോ അല്ല 5 വയസ്സുള്ള ഒരു പുതിയ കടുവ വന്നിട്ട് ഈ ഓൾഡ് കടുവയെ ഇവിടുന്ന് ഓടിച്ച് കഴിഞ്ഞിട്ട് ആ ടെറിട്ടറി ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓൾഡ് കടുവയെ പിന്നെ തിരിച്ച് ഈ ടെറിട്ടറി കുറവായിട്ടുള്ള സ്ഥലത്തോട്ടോ അല്ല ഈ ഗ്രാമപ്രദേശത്തോട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കടുവകളും തിരിച്ച് നമ്മൾ ട്രാൻസിയൻസും ഫ്ലോട്ടേഴ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള കടുവകളാണ് മെയിനായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളത്. മനുഷ്യൻ്റെ അടുത്ത് ഹ്യൂമൻ ഹാബിറ്റേഷൻ വരികയും അവരുടെ ക്യാറ്റിൽ ലിഫ്റ്റ് ചെയ്യുകയും പിന്നെ ചിലപ്പോൾ മനുഷ്യരെ കൊല്ലാറുള്ള കടുവകളൊക്കെ ഇങ്ങനെ ട്രാൻസിയൻസും ഫ്ലോട്ടേഴ്സും ഉള്ള കടുവകളൊക്കെ. ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക ശരിക്കും നമ്മൾ? യങ് ആയിട്ടുള്ള കടുവകൾ 2 വയസ്സും 2.5 വയസ്സും ഒക്കെ ഉള്ള യങ് ഫ്ലോട്ടേഴ്സും ട്രാൻസിയൻസും ഒക്കെ കാടിന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ ട്രാങ്കുലൈസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കാടുകളിലോ വേറെ എങ്ങോട്ടെങ്കിലും ടൈഗറിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്ത് അവിടെ കൃത്യമായ പഠനം നടത്തിയിട്ട് അങ്ങോട്ട് ട്രാങ്കുലൈസ് ചെയ്ത് മാറ്റാൻ പറ്റും. നമുക്കിപ്പം ഇന്ത്യയിൽ നമുക്ക് 55-ലധികം ടൈഗർ റിസർവ്സ് ഉണ്ട്. അപ്പോൾ 20-ലധികം ടൈഗർ റിസർവിൽ ഒരു ടൈഗർ